പ്രൈസലോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രക്ഷകളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം എൻ്റെ 2-ാമത്തെ വാക്യം. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ, ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുമില്ലെന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത് ഭാഗമാണ്. നമ്മുടെ ചിന്തിക്കുന്ന വചനം ഹല്ലേലൂയ, ഞാൻ യഹോവയെ അറിയുകയില്ല, ഹല്ലേലൂയ, അവനാർ എന്നുള്ളതാണ്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഫറവോനുമായുള്ള മോശയുടെ ഒരു കൂടിക്കാഴ്ചയാണ്. പ്രൈസലോ ഈ ചരിത്ര ഭാഗം നോക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ഉദ്ധാരകനായി ദൈവം മോശയെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിവരം അവരുടെ മൂപ്പന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഹല്ലേലൂയ മോശ ഫറവോനുമായി ഒരു സംഭാഷണം നടത്തി. ദൈവത്തെ ആരാധിക്കുവാനായി ഇസ്രായേലിനെ വിട്ടയക്കണമെന്നുള്ള ഒരു മിതമായ ആവശ്യമാണ് ഫറവോന്റെ മുമ്പാകെ മോശ അവതരിപ്പിച്ചു എന്ന് പറയുന്നത്. പക്ഷെ ഫറവോന്റെ പ്രതികരണം വളരെ നിരാശാജനകമായിരുന്നു. ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ കഷ്ടതകൾ വളരെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഫറവോൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഉദ്ധാരകനായി ചെന്ന മോശ തങ്ങളുടെ കഷ്ടതകളെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതായി ഇസ്രായേൽ മനസ്സിലായതുകൊണ്ട് ഇസ്രായേൽ കടുത്ത നിരാശ മോശയോട് കാണിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഉദ്ധാരകനായി ചെന്ന മോശയുടെ ആവശ്യങ്ങളെ ഫറവോൻ തിരസ്കരിക്കുകയാണ്. ഇസ്രായേലിൽ കഷ്ടതയുടെ ആധിക്യം വർദ്ധിപ്പിച്ചു. എന്നാൽ അപ്പോഴത്തേക്കും ഇസ്രായേൽ മക്കൾ പോലും മോശയോട് ഹല്ലേലൂയ വളരെ അവരിൽ കടുത്ത വിദ്വേഷവും നിരാശയുളവാക്കുക. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്, എന്റെ ജനത്തെ എന്നെ ആരാധിപ്പം വിട്ടയക്കണം. ഈ വാക്ക് കേട്ടപ്പോഴാണ് ഫറവോൻ പറയുന്നത്, അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആര്? യഹോവയായ ദൈവത്തെ ഫറവോൻ അറിയത്തില്ല. പ്രൈസലോ ഇത് തന്നെയാണ് ഇന്നത്തെ ഫറവോന്മാർ, രാജ്യരാഷ്ട്ര തലവന്മാരിൽ നല്ലൊരു ശതമാനം യഹോവയായ ദൈവത്തെ അറിയാതെ അവരാണെന്ന് ചോദിക്കുന്ന രാഷ്ട്രങ്ങളാണിന്ന്. അതിന്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടുകൊണ്ടുമിരിക്കുകയാണ്. എന്നാൽ മോശ അവിടുന്ന് നിരാശപ്പെട്ടു പോകാതെ മോശയെ ദൈവം അവിടെ നിലനിർത്തി. ദൈവം ചില കൽപ്പനകൾ അല്ലെങ്കിൽ മോശയിലൂടെ ഫറവോനിൽ അറിയിച്ചു. ആ കൽപ്പനകൾ: 1, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കുക എന്നുള്ളത് പുറപ്പാട് 5:1 കാണുന്നുണ്ട്. 2, ഹല്ലേലൂയ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്നുള്ളത് പുറപ്പാട് 7:16 ഉണ്ട്. പിന്നെ ഒരേ നിലയിലുള്ള ഒരു 5 കൽപ്പനകളാണ്. എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന ഒരേ നിലയിലുള്ള 5 ആവശ്യങ്ങൾ പുറപ്പാട് പുസ്തകം 8:1, 8:20, 9:1, 9:13, 10:3 കാണാൻ കഴിയും. ഈ 7 കൽപ്പനകളും മോശയിലൂടെ യഹോവയായ ദൈവം ഫറവോനോട് അറിയിച്ചിട്ടും ഫറവോൻ അതും തിരസ്കരിച്ചു കളയുകയാണ്. ഉപയോഗിക്കുന്ന യഹോവയാർ, ഞാൻ യഹോവയെ അറിയത്തില്ല. അത്ര കഠിനമായ ഹൃദയമുള്ളവനായിരുന്നു ഫറവോൻ എന്ന് പറയുന്ന ആള്. നമുക്ക് വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പിൽ ഫറവോന്റെ 9 പ്രതികരണങ്ങൾ പിന്നെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. 1, യഹോവയാർ, ഞാൻ യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയില്ല എന്ന് 5:2 പറയുമ്പോൾ ഫറവോന്റെ അടുത്ത പ്രതികരണത്തിന് മുമ്പ് 2 ബാധകൾ മിസ്രൈമിലുണ്ടായി. ഹല്ലേലൂയ. അവരുടെ വെള്ളം രക്തമായി. ഹല്ലേലൂയ. പിന്നെ തവള, അങ്ങനെ 2 ബാധകളെ അയച്ചു. തവള എന്നെയും എന്റെ ജനത്തെയും വിട്ടു നീങ്ങേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, എങ്കിൽ ജനത്തെ വിട്ടയക്കാമെന്ന് ഫറവോൻ മോശയോട് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അടുത്ത പ്രതികരണത്തിന് മുമ്പ് 2 ബാധകൾ കൂടി ദൈവം അയച്ചു. പിന്നെ നായിച്ചി, സ്തോത്രം. അങ്ങനെ ഓരോ പ്രാവശ്യവും യഹോവയായ ദൈവം തന്റെ ജനത്തെ വിട്ടയക്കുവാൻ മോശയിലൂടെ
ഫറവോണ്ട് കൽപ്പിക്കുമ്പോഴൊക്കെ ഫറവോന്റെ ഹൃദയം കഠിനമാകും തോറും ദേശത്ത് ആമെല്ലിയ മൃഗങ്ങൾ ചത്തു വീഴുന്നു. മൃഗങ്ങൾ ചത്തു, പരു, കൽമ്പഴ, തുടങ്ങിയ അനവധി ബാധകളെ ദൈവം അയക്കാൻ തുടങ്ങി. അല്ലേരിയ ഈ കഠിനമായ ബാധകളെല്ലാം വന്നിട്ടും യഹോവയെ അറിയുവാനോ യഹോവയുടെ നാമത്തെ സ്തുതിക്കുവാനോ അവന്റെ സന്നിധിയിൽ താഴ്ന്നു കൊടുക്കുവാനോ കഴിയാതെ ഫറവോൻ വീണ്ടും വീണ്ടും ഹൃദയം കഠിനമാക്കുകയാണ്. അല്ലേ? അപ്പൊ യഹോവയെ ആരാധിപ്പാൻ ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് ഫറവോൻ പറയുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തെ വിടത്തില്ല. അല്ലേ? അപ്പോഴത്തേന് എന്ത് ചെയ്തു? വെട്ടുക്കിളിയെ ദൈവം വെച്ചു. അങ്ങനെ വിവിധ ബാധകളിലൂടെ അല്ലേലിയ ഫറവോനെ ദൈവം സന്ദർശിച്ചിട്ടും അവൻ ഇത്രമാത്രം മനസ്സ് കഠിനമായെങ്കിൽ ഈ ഭൂമിയിലെ രാജ്യരാഷ്ട്ര നേതാക്കന്മാർ എത്രയോ പേരെ ഹൃദയം കഠിനമാക്കി ദൈവജനത്തെ ഉപദ്രവിക്കുന്നു മനസ്സിലാക്കണം. ക്രൈസ്തവ രാജ്യങ്ങളെ വളരെ കടന്നാക്രമിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, ക്രൈസ്തവ വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുവാൻ എത്രയോ രാജ്യരാഷ്ട്ര തലവന്മാരാണ് ക്രൈസ്തവ ജനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന. ഫറവോന്റെ ഹൃദയം പോലെ കഠിനമായ ഹൃദയമുള്ള യഹോവയെ ആരെന്ന് ചോദിക്കുന്ന യഹോവയെ ഞാൻ അറിയത്തില്ല, ഇസ്രായേൽ മക്കളെ വിട്ടയക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്ന രാജ്യരാഷ്ട്ര വർഗീയ വിഷം തുപ്പുന്ന അനവധി രാഷ്ട്രങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട്. നമ്മൾ മാധ്യമങ്ങൾ കണ്ടുകൊണ്ട് വായിക്കുന്നത് ക്രിസ്ത്യ ചരിത്രം പഠിച്ചാൽ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം തൊട്ട് അല്ലെങ്കിൽ ഈ കാലഘട്ടം, ഈ 2025 വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ ഒരുവിട്ടിറങ്ങിയ ദൈവജനത്തെ അതിനനുവദിക്കാതെ അല്ലെ അവരെ അതിന് സമ്മതിക്കാതെ ദൈവജനത്തെ തകർത്ത് കളയുന്ന, അവരെ കഠിനമായി വേദനിപ്പിക്കുന്ന, കഠിനമായി ഉപദ്രവിക്കുന്ന നിലയിലുള്ള രാജ്യരാഷ്ട്ര തലവന്മാർ ഫറവോനെ പോലെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അധികം കാലം എഴുന്നേക്കത്തില്ല കേട്ടോ. ഫറവോനെ നിനക്ക് അധികം ആയുസില്ല എന്ന് പറഞ്ഞവര് ദൈവം രാജ്യരാഷ്ട്ര തലവന്മാരും പറയാണ്, ക്രൈസ്തവ സമൂഹത്തെ ഉപദ്രവിച്ച് കൊന്നുപൊടിച്ച് ലോകത്തും നിർമൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാരുടെ ദൈവാത്മാവ് പറയാൻ നിനക്ക് അധികം ആയുസില്ല. നിങ്ങൾ പുറപ്പാട് പുസ്തകം വായിച്ചാൽ ഫറവോന്റെ അന്ത്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര ശക്തനായ ഒരു ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നതെന്ന് ക്രൈസ്തവ സമൂഹം ഭയപ്പെടത്തില്ല. പക്ഷേ ക്രൈസ്തവ സമൂഹത്തെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന ഫറവോന്റെ ഹൃദയം പോലെ കഠിനമായ ഹൃദയമുള്ള ആളുകളെ ദൈവം തോടും കേട്ടോ. ഈ യഹോവയെ ആരാധിപ്പാൻ നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് എന്റെ അടുക്കൽ നിന്ന് പോകാം, മുഖം കാണുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ വിവിധ നിലകളിലൂടെ ദൈവത്തിന്റെ ശബ്ദം മോശയിലൂടെ ഫറവോനോട് അറിയിക്കുന്നുണ്ട്. ഒരു നിമിഷം പോലും മനസ്സ് തിരിഞ്ഞു വരുവാൻ ഫറവോൻ തയ്യാറായില്ല. ഇവിടെ നോക്കുക, ഫറവോൻ വളരെ അഹങ്കാരത്തോടുകൂടി യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആരെന്നാ ചോദിക്കുന്നത്? വളരെ അഹങ്കാര മനസ്സുള്ള ജാടയുള്ള അനുഭവത്തോടെ ഫറവോൻ ചോദിക്കുക, യഹോവയുടെ വാക്ക് കേൾക്കുന്ന ഞാൻ യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുമില്ലെന്നാ പറയുന്നത്. കഠിന ശപഥമാണ്. അല്ലേരിയ ഫറവോന് മുമ്പിൽ യഹോവ ആരാകുന്നു അല്ലേരിയ എന്ന് അറിഞ്ഞ 2 പേരാണ് നിൽക്കുന്നത്. ഫറവോന് യഹോവ ആരാണ്, യഹോവയെ അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ യഹോവയായി ദൈവത്തെ അടുത്തറിഞ്ഞ 2 വ്യക്തികളാണ് മോശയുടെ ഈ ഫറവോന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. ആരൊക്കെയാണ്? മോശയും അഹരോനും. യഹോവയെ അടുത്ത് അറിഞ്ഞവരാണ് മോശ. മുൾപ്പടർപ്പിലെ ദർശനം കണ്ട മോശയാണ് ഫറവോന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നത്, എന്റെ ജനത്തെ ആരാധിപ്പാൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ. അപ്പൊ എന്നിട്ടും ഫറവോനത് മനസ്സിലാകാതെ, അവന്റെ ഹൃദയം ഒന്ന് താഴ്ന്നിരിക്കാതെ, മോശയുടെ വാക്കിന് ചെവി കൊടുക്കാതെ ഇസ്രായേൽ ജനത്തെ കഠിനമായി പീഡിപ്പിക്കുക. അല്ലേലിയ. അപ്പം ദൈവത്തെ യഹോവയെ അറിഞ്ഞ 2 പേരാ ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലിയ. ഒന്ന് മോശ, മറ്റേയാൾ അഹരോൻ. മുൾച്ചെടിയിൽ ദർശനം നൽകിയവൻ, മുൾപ്പറപ്പിനകത്ത് ദർശനം പ്രാപിച്ച മോശ. അല്ലേലിയ. കൂടാതെ അവന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തവൻ, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. അപ്പൊ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം മുൾപ്പറപ്പിൽ ദർശനത്താൽ യഹോവയെ അനുഭവിച്ചറിഞ്ഞ മോശ
ഇങ്ങനെ ശക്തമായ രണ്ട് പ്രതിനിധികൾ ഫറവോന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിന്റെ ആവശ്യം, യഹോവയുടെ ആവശ്യം അറിയിച്ചപ്പോൾ അതിനെല്ലാം തള്ളിക്കളയുവാൻ കാരണം, ഫറവോൻ അതിനെല്ലാം ഉരുപ്പെട്ടതിന്റെ കാരണം ഫറവോനെ കുറിച്ച് പഠിക്കാൻ കാണാൻ കഴിയും. അല്ലേ? അപ്പം മിസ്രൈം ഫറവോനെ രാജാവായി മാത്രമല്ല ദൈവമായി വണങ്ങിയിരുന്നു. മിസ്രൈമില് ഫറവോനെ രാജാവായിട്ട് മാത്രമല്ല ഇന്ന് അവനെ ദൈവമായിട്ടും കൂടെ വണങ്ങുക. നമുക്കറിയാം പല രാജ്യങ്ങളിലും അവിടുത്തെ രാജാക്കന്മാരെ, പല രാജ്യങ്ങളിലും പല നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കി ചില സംസ്ഥാനങ്ങളിലെ ഭരിക്കുന്ന ആളുകളെ ദൈവമായിട്ട് കാണുന്നവരുണ്ട്, ഒരു ദൈവമായിട്ട് പൂജിക്കുന്നുണ്ട്. ഫറവോന്റെ കാലത്തുള്ളതുപോലെ തന്നെ ഇന്നും ഉണ്ട് കേട്ടോ. അപ്പൊ സൂര്യനായ ദൈവത്തിന് ജനിച്ച മനുഷ്യാവതാരമായി ഫറവോനെ അല്ലെ മിസ്രൈമിലെ ജനങ്ങൾ വണങ്ങിയിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലെ, സൂര്യനായ ദൈവത്തിന് ജനിച്ച മനുഷ്യാവതാരമാണ് ഫറവോൻ എന്ന് പറഞ്ഞ് ഫറവോൻ ആ അവതാരത്തിനായി ആ അധികാരത്തിൽ വരുന്ന ജനത്തെ കഠിനമായി പീഡിപ്പിച്ച് അവനെ ദൈവമായിട്ട് ആരാധിക്കുക. അല്ലേ? മിസ്രൈമിൽ രാ എന്ന് പറയുന്ന ദൈവത്തിന്റെ അവതാരമായി ജനങ്ങൾ ഫറവോനെ ആരാധിച്ചു. മിസ്രൈമിൽ അന്ന് രാ എന്ന് പറയുന്ന അല്ലേ ഒരു ദേവനുണ്ടായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ അവതാരമാണ് ഫറവോൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളാൽ ഫറവോൻ ദൈവമായി മിസ്രൈമിൽ വാഴുക. അതുകൊണ്ടാണ് ഫറവോൻ പറയുന്നത്, യഹോവ ആര്, ഞാൻ അവനെ അറിയയില്ല, ഇസ്രായേലിനെ വിട്ടയക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ ഹൃദയം കഠിനമാകുന്നത് ഫറവോനോട് ദൈവമായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം അനവധി മനുഷ്യ ദൈവങ്ങൾ ഭൂമിയിൽ എഴുന്നേറ്റിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് ശേഷമായി ഇന്ന് നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത പോലെ മനുഷ്യ ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ പലതിന്റെ അവതാരമായി പലരും എഴുന്നേറ്റ് ഹൃദയം കഠിനമാക്കി ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ ഒരിക്കലും വഞ്ചനയിൽ അകപ്പെട്ടു പോയി ചതിയിൽ കുടുങ്ങിപ്പോകരുത്. യഹോവയായി ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ആ യഹോവയുടെ വാക്കിനനുസരിച്ച് പോയാൽ അല്ലേലിയ നമുക്ക് ദൈവരാജ്യത്തിലെത്താൻ കഴിയും. അല്ല, ഫറവോനെ പോലെ ഹൃദയം കഠിനമാക്കി ജനത്താൽ സ്വയം ദൈവമായി, നീ ഇവിടെ ദൈവമായി എന്ന് വാണാൽ നിന്റെ അവസാനം വളരെ പരിതാപകരമായിരിക്കും. ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യ ദൈവങ്ങളോട് പറയട്ടെ, നിങ്ങളെയൊക്കെ അവസാനം എത്ര പരിതാപകരമായിരിക്കും. അല്ലേലിയ. ഇവിടെ നമ്മൾ വായിച്ചൊരു ഫറവോന് ധാരാളം അല്ലെങ്കിൽ പൂജാരികളും പ്രവാചകന്മാരും മന്ത്രവാദികളും ഉണ്ടായിരുന്നു. ഫറവോൻ ആള് ചിലർക്കല്ല, അവന് ഒരുപാട് പൂജാരികളും കള്ളപ്രവാചകന്മാരും മന്ത്രവാദികളും ഉണ്ടായിരുന്നു. വലിയ പട്ടാള നിര തന്നെ ഉണ്ടായിരുന്നു. അല്ലേ? കൂട്ടമായി സഞ്ചരിക്കത്തക്ക നിലയിൽ രഥങ്ങൾ, ഇരുമ്പ് രഥങ്ങൾ, കുതിരകൾ, അല്ലേ, കുതിര വീരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫറവോൻ ചോദിക്കുക, യഹോവ ആരെന്ന്. അവനെല്ലാ സംവിധാനമുണ്ട്, ഫറവോൻ എല്ലാ സംവിധാനമുണ്ട്. അതുകൊണ്ട് അവന് യഹോവയുടെ ആവശ്യമേ ഇല്ല. അവന് ദൈവത്തെ അറിയ പോലും വേണ്ട. പുള്ളി ഒരു ചെറിയ ദൈവമാണല്ലോ, കുട്ടി ദൈവമാണ്, മിസ്രൈമിലെ കുട്ടി ദൈവം എന്നൊക്കെ വേണേൽ പറയാം. ഫറവോൻ അധികം നാളും മുഴുക്കില്ല പ്രിയ സ്നേഹിതരെ. യഹോവയായി ദൈവത്തിന്റെ കൽപ്പനകളും അവന്റെ വചനങ്ങളും പ്രമാണങ്ങളും തിരസ്കരിച്ചിട്ട് ദൈവമക്കൾ പറയുന്ന ദൈവിക സന്ദേശത്തെ തള്ളിക്കളഞ്ഞ് അവരെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ഇന്നും ഫറവോന് ശക്തി ദേശത്ത് അതേ ഉയർത്തി നിൽക്കുമ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടാൻ സമയമായി. അല്ലേലിയ. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, ഇസ്രായേലിനെ ആരാധിപ്പാൻ ഫറവോനോട് ആവശ്യപ്പെട്ടിട്ടും മോശയുടെ വാക്കിനെ തള്ളിക്കളഞ്ഞ് ഫറവോന്റെ ഹൃദയം കഠിനമായത് മുഖാന്തരം ആ ദേശത്ത് വളരെ ബാധകൾ വന്നതുപോലെ നമ്മൾ ചിന്തിച്ചു നോക്കിയ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങൾ നോക്കിയാൽ 2018 ജലപ്രളയങ്ങൾ, 19 ജലപ്രളയം, 20 മഹാവ്യാധി കൊറോണ, വെട്ടിക്കിളി ശല്യം, പന്നിപ്പനി, പക്ഷിപ്പനി, തക്കാളിപ്പനി, വിവിധമായ വൈറസുകൾ, എന്തെല്ലാം പ്രതിസന്ധികൾ ഇവിടെ വന്നു. എന്നിട്ടും ഫറവോനെ പോലെ ഈ നാട്ടിലെ ജനത്തിന്റെ ഹൃദയവും കഠിനമായി, ഇവിടുത്തെ ആൾ ദൈവങ്ങളുടെ ഹൃദയം കഠിനമായി. കഷ്ടതകൾ കടന്നു വന്നപ്പോൾ ഫറവോൻ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, എങ്കിൽ ഞാൻ വിട്ടയക്കാന്ന് പറഞ്ഞാൽ കഷ്ടതകൾ കടന്നു വന്നപ്പോൾ ഈ ജനം പറഞ്ഞ ദൈവമക്കളോട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. പ്രാർത്ഥിച്ച് ജനം ദേശത്തൊരു വിടുതൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഫറവോന്റെ ഹൃദയം കഠിനമായതുപോലെ ലോകരാജ്യ രാഷ്ട്ര തലവന്മാരുടെ ഹൃദയം കഠിനമായതുകൊണ്ടാണ് ഇന്നും ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെടുന്നത്.
ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത നന്മകൾ രാജ്യരാഷ്ട്ര തലവന്മാർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഹൃദയം കഠിനമാക്കാതെ യഹോവയായി ദൈവത്തെ അറിഞ്ഞിട്ട് അവർ ദൈവജനത്തെ ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തേനെ. ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ യഹോവയെ ആരാധിപ്പാൻ, കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്ന ലോകമെമ്പാട് ക്രൈസ്തവ സമൂഹത്തെ നിർമൂലനം ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടം പരാക്രമശാലി എഴുന്നേറ്റിരിക്കുക. അധികം മുഴുക്കയില്ല പ്രിയ സ്നേഹിത. ഇതൊക്കെ ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ ഫർമുള്ള ബന്ധത്തിൽ പഠിച്ചാൽ മതി. അപ്പൊ എത്രയെത്ര ബാധകളും എത്രയെത്ര പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മഹാവ്യാധികളും നമ്മുടെ കേരളത്തിനും ഭാരതത്തിലുള്ള ജനം തിരിച്ചറിഞ്ഞിട്ടും ഇന്ന് കണ്ടില്ലേ, സുവിശേഷമായി കടന്നുകിട്ടുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ ക്രൂരമായി അസഭ്യം വിളിച്ച് പറഞ്ഞ് ക്രൂരമായി ഉപദ്രവിച്ച് അവരുടെ വാഹനങ്ങൾ അടിച്ച് തകർത്ത് അവരുടെ കയ്യിലെ മൈക്ക് പിടിച്ച് അവരെ വളരെ അസഭ്യ വാക്കുകൾ പറഞ്ഞ് ദേശം ആട്ടി ഓടിക്കുന്ന ഫറവോന് ശക്തി അന്നും ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. എത്ര കാലം നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവത്തെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസിദാസന്മാരെ തൊട്ട് കളിച്ചാൽ ഹല്ലേലൂയ, അതിന് ന്യായവിധി ഉണ്ടാവും. എന്റെ അഭിഷേകത്തിനെ തുടരുന്ന ദൈവത്തിന്റെ വചനം. എന്റെ അഭിഷേകത്തിനെ തുടരുത്. മാത്രമല്ല, ദൈവജനത്തിന് ദൈവം തീമതിലാണ്. ദൈവജനത്തെ തൊടുമ്പോൾ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാ. അത് ഇപ്പം നിനക്ക് തൽക്കാലം സന്തോഷം തോന്നിയാലും തൽക്കാലം ആശ്വാസം തോന്നിയാലും താമസിയാതെ നീ നിന്റെ കുടുംബം ദേശവന്റെ ന്യായവിധിയിലൂടെ കടന്നു പോകും. അല്ലേ? അത് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുക. ലേവിയ. അപ്പൊ ഇന്ന് കൂട്ടം കൂടി ദൈവസഭയും ദൈവമക്കളെ ആക്രമിക്കും, ദാസന്മാർ ചീത്ത പറഞ്ഞ് ഓടിക്കുമ്പോൾ കടന്നു വന്നത് ചെയ്യുന്നവരും കണ്ടു നിൽക്കുന്നവരും കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ച് കൊട്ടിഘോഷിച്ച് ആ തട്ടക്കസിച്ച് ചിരിക്കുന്ന ഫറവോന് ശക്തിയോട് പറയട്ടെ, നിന്റെ കുടുംബത്തെ ദൈവം സന്ദർശിക്കാൻ തയ്യാറാകുന്നു സമയമായെന്ന്. ഏതെങ്കിലും ദൈവദാസിദാസന്മാരെ നിങ്ങൾ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അവരെ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ ദുർവർത്തമാനങ്ങൾ, ദുരാരോപണങ്ങൾക്ക്, അപവാദങ്ങൾ കൊണ്ടുവന്ന് ദൈവനാമത്തെ, ദൈവസഭയെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി, ദൈവത്തിന്റെ ന്യായവിധി ഫറവോന്റെ ദേശത്ത് മിസ്രൈമിൽ ഉണ്ടായതുപോലെ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ സമയമായി. ദൈവത്തിന്റെ ദാസിദാസന്മാരെ തൊടാൻ നിനക്ക് അവകാശമില്ല. ദൈവസഭ ഉപദ്രവിക്കാൻ ദൈവത്തിന്റെ അഭിഷക്തന്മാരെ നിനക്ക് തൊടാൻ അവകാശമില്ല. പക്ഷേ നീ കയ്യേറ്റം ചെയ്തിട്ട് നീ വലിയ പുള്ളിയാണെന്ന് അഹങ്കരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്രോതാവേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവർത്തികളെല്ലാം വെളിപ്പെടാൻ സമയമായി. അപ്പൊ ഫറവോനൊരു ദൈവമാണ് എന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് ദൈവങ്ങളുണ്ട്. ലോക രാജ്യങ്ങൾ അനവധി ദൈവങ്ങളുണ്ട്. ഇവന് ഒരുപാട് പൂജാരികളും പ്രവാചകന്മാരും മന്ത്രവാദികളും വലിയ പട്ടാളം, രഥങ്ങൾ, കുതിരവീരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യഹോവയാർ എന്നുള്ള ഒരു വെല്ലുവിളിയോടുകൂടി ആണ് അല്ലൊരു സ്തോത്രം ഫറവോൻ ചോദിക്കുന്നത്. ഒരു വെല്ലുവിളി, യഹോവയായ ദൈവത്തെ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ സുവിശേഷമൊക്കെ പറയാനെടുത്ത് ദൈവം ഞങ്ങളെന്ത് ചെയ്യാ, ഞങ്ങളെന്ത് കാണിക്കാനാ, ദൈവത്തെ കണ്ടിട്ടുണ്ടോ, ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ചില വിഡ്ഢികളുണ്ട്. വിഡ്ഢികൾ എന്ന് വേണം പറയാം. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നമില്ലാത്ത ദൈവത്തെ ഞങ്ങൾക്ക് തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനും ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിന്റെ വചനമനുസരിച്ച് പ്രമാണത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ ചുറ്റന്മാരെ ഞങ്ങള്. അല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ദൈവം ആരാ, യേശു ആരാ, അവൻ ഞങ്ങളെ എന്തോ ചെയ്യും, അവൻ ഞങ്ങളെ എന്ത് കാണിക്കും എന്നൊക്കെ ചോദിക്കുന്ന മൂഢവിശ്വാസമുള്ള പ്രിയ സ്നേഹിത, നിന്നേക്കാൾ എത്രയോ വലിയവനായിരുന്നു ഫറവോൻ. നിങ്ങളെക്കാൾ എത്രയോ വലിയവനായിരുന്നു ഫറവോൻ. ഫറവോൻ ഉണ്ടായിരുന്ന ഒന്നും നിങ്ങൾക്കില്ല. പക്ഷെ ഫറവോനെ സൈന്യത്തെ ന്യായം വിധിക്കുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ ജനത്തോട് പറയട്ടെ, ദൈവം നിന്നെ ന്യായം വിധിക്കുമെന്ന് രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം വെല്ലുവിളിച്ചുള്ള ചോദ്യ ഫറവോൻ, യഹോവയാണ്, ഞാനവനെ അറിയില്ല. ഹല്ലേലൂയ. അപ്പം കർത്താവ് ഫറവോന്റെ മുമ്പിൽ തുടർച്ചയായി 10 ബാധകളെ അയച്ചിട്ടു. ഹല്ലേലൂയ. ഓരോ ബാധയും കണ്ടിട്ടും അവൻ ചോദിക്കുക യഹോവയാരെന്ന്. 10 ബാധകളെ ദൈവം അയച്ചു. ഇതെല്ലാം വന്നപ്പോഴും ഫറവോൻ ചോദിക്കുക യഹോവയാരൻ. ഹല്ലേലൂയ. സത്യദൈവത്തെ അറിയാത്ത എത്രയോ ജനങ്ങളാണ് ഇന്നും കിടക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ യഹോവയെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക. ബാധകൾ 9 അയച്ചിട്ടും യഹോവയെ ദൈവം ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുക. എന്താ ആകാംക്ഷയോടുക? ഫറവോന്റെ മനസ്സ് മാറും, ഫറവോന്റെ ഹൃദയം മാറും, ഫറവോൻ താഴ്വരിക്കും, യഹോവയെ ദൈവത്തെ അറിയും,
ഇസ്രായേലത്തെ വിട്ടയക്കും, ഫറവോനും രക്ഷപ്രാപിപ്പാൻ ഇസ്രായേലും രക്ഷപ്രാപിക്കും എന്ന ആകാംക്ഷയോടുകൂടി യഹോവയായി ദൈവം കാത്തിരുന്നിട്ടും സമയങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടും ഫറവോന്റെ ഹൃദയം കഠിനമാകുക മാത്രമാണ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ഹൃദയം കഠിനപ്പെട്ട് അല്ലാതെ ദൈവത്തെ അറിഞ്ഞതേയില്ല. നമുക്കറിയാം അവസാനമായിട്ട് എന്താണ് സംഭവിച്ചത്. ഹല്ലേലൂയ. അവസാനമായി ദൈവത്തിന്റെ ന്യായവിധി കടന്നു വന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നുണ്ട്. 12-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യ ജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ച് കളഞ്ഞെന്ന്. വളരെ ലളിതമായിട്ട് വായിച്ചാൽ മതി കേട്ടോ, മനസ്സിരുത്തി വായിക്കണം. 9 ബാധകൾ അയച്ചിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാകാതെ, യഹോവയെ ദൈവം ആരെന്നറിയാതെ, യഹോവയെ ദൈവത്തെ വെല്ലുവിളിച്ച ഫറവോന്റെ ദേശത്തെ ദൈവം തകർത്ത് കളഞ്ഞെന്ന്. അതാണ് ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 12-29 രേഖപ്പെടുത്തിയത്. ഒന്നുകൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്ക്. 10-ാമത്തെ ബാധ: അർദ്ധരാത്രിയിലോ സിംഹാസനത്തിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്നവിടെ എഴുതിയിരിക്കുന്നത് എന്താ സംഭവിച്ചു? സ്തോത്രം. കാണാൻ കഴിയും. ഹല്ലേലൂയ. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഹല്ലേലൂയ. വലിയൊരു നിലവിളി ഉണ്ടായി. മരിക്കാത്ത ഒരു വീട് പോലും മിസ്രയീമിൽ ഉണ്ടായിരുന്നില്ല. മരണം സംഭവിക്കാത്ത ഒരു വീട് പോലും മിസ്രയീമിൽ ഉണ്ടായിരുന്നില്ല. അത് ദൈവത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞപ്പോൾ മരണം സംഭവിക്കാത്ത ഒരു വീട് പോലും മിസ്രയീമിൽ അവശേഷിക്കാതെ എല്ലാ കുടുംബത്തിനകത്തും മരണത്തിന്റെ നിലവിളി, മരണമണി മുഴങ്ങിയെന്ന സകല വീടിനെ ദൈവം തൊട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി, ദൈവമില്ല എന്നും ദൈവത്തിനെതിരെ ദൈവജനത്തെ ദൈവദാസന്മാരെയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത് ദൈവസഭയെ ആക്രമിച്ച് ദൈവസഭയെ തകർത്ത് കളഞ്ഞ് JCB കൊണ്ടുവന്ന് വെച്ച്, ബുൾഡോസർ കൊണ്ടുവന്ന് വെച്ച് ദൈവസഭയും ആരാധനാലയത്തെ തകർത്ത് കളഞ്ഞ് ക്രൈസ്തവ മിഷന്മാരെ തടങ്കിലടച്ച്, ക്രൈസ്തവ സന്യാസികളെ തടങ്കിലടച്ച് അവരെ മാനഭംഗപ്പെടുത്തി, അവരെ തേജോവധം ചെയ്ത്, അവരെ മൃഗീയമായി ഉപദ്രവിച്ച്, അവരെ തടവിലാക്കി കടത്തിക്കൊണ്ടുപോയി, ദൈവദാസന്മാരെ വെട്ടിനുറുക്കി, ദൈവദാസ്യന്മാരെ മാനഭംഗപ്പെടുത്തി, അവരുടെ കുഞ്ഞുങ്ങളെ വലിച്ചിഴച്ച് യാതൊരു ദയം കാണിക്കാതെ ക്രൈസ്തവ സമൂഹത്തെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്ന, രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്രയീമ ബാധയുള്ള, മിസ്രയീമ ശക്തികളുടെ അധികം കടന്നു പോകുന്ന രാജ്യരാഷ്ട്രത്തലന്മാരോട് തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ പറയട്ടെ, ദൈവത്തിന്റെ ന്യായവിധി മിസ്രയീമിൽ ഉണ്ടായപ്പോൾ മിസ്രയീമിന്റെ സകല കുടുംബങ്ങളിലും മരണത്തിന്റെ നിലവിളി ഉയർന്ന പോലെ, മരണത്തിന്റെ വാസന ഉയർന്നതുപോലെ, മുറവിളിയുടെ ശബ്ദം ഉയർന്നതുപോലെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോവുക. രക്തം ചെയ്യും. ഇന്ന് പകൽ നീ ദൈവത്തെ അറിയുന്നത് നിനക്ക് നല്ലതാ. യഹോവയാര്? യേശു ആര്? ഇന്ന് ലോകം യേശു ആരാ? യേശു ആരാണെന്നാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നെ. മോശയെ വെളിപ്പെടുത്തിയ, മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത, മോശ കണ്ട ദർശനം, മോശയെ അറിഞ്ഞ യഹോവയെ ഫറവോനോട് പറഞ്ഞിട്ടും ഫറവോൻ അംഗീകരിക്കാതെ ഫറവോന്റെ ഹൃദയം കഠിനമായതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞ സത്യം, ഞങ്ങൾ അറിഞ്ഞ യേശുവിനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും അതനുസരിക്കാതെ ഫറവോന്റെ ഹൃദയം പോലെ കഠിനമായിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ ജനത്തോടും, സകല ജനത്തോടും, അധികാര വർഗങ്ങളോട് സ്തോത്രം മതം മേലാളന്മാരോട് ഞങ്ങൾ പറയുക, മിസ്രയീമിൽ അയച്ചതുപോലെ വലിയൊരു ന്യായവിധി ദൈവം അയക്കാൻ സമയമായി. ദൈവത്തിന്റെ വചനം കേട്ടോ, വചനത്തിലൂടെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് മിസ്രയീം വലിയൊരു നിലവിളി ഉണ്ടായി. മരണം സംഭവിക്കാത്ത ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ഫറവോൻ ഉണ്ടായിരുന്ന ഒരേ ഒരു മകൻ, ഹല്ലേലൂയ, ഫറവോൻ ഉണ്ടായിരുന്ന ഒരേ ഒരു മകൻ, അടുത്ത പദവിയിലേക്ക് വരേണ്ടിയ രാജകുമാരൻ ഇതാ മരിച്ചു കിടക്കുന്നു. ചരിത്രം വായിക്കും, ഫറവോൻ ഉണ്ടായിരുന്ന ഒരേ ഒരു മകനാണ്. ഫറവോന് ശേഷം അടുത്ത രാജകീയ പദവിയിലേക്ക് വന്ന് രാജസിംഹാസനത്തിലിരുന്ന് മിസ്രയീമിനെ അഥവാ ഈജിപ്തിനെ ഭരിക്കേണ്ടവൻ, ഹല്ലേലൂയ, അവനും മരിച്ചു കിടക്കുക. ദൈവം ആരെയും വിട്ടില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ ദുഃഖം? എന്തുകൊണ്ടാണ് ഈ കണ്ണുനീർ? പ്രധാന കാരണം ഫറവോനും അവന്റെ ജനങ്ങളും യഹോവ ആരെന്നറിഞ്ഞില്ല.
അപ്പം ദൈവം അങ്ങനെയൊക്കെ ന്യായവിധി അയക്കും. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഫറവോനും അവന്റെ ജനങ്ങളും, മിസ്രൈമിലെ ജനങ്ങൾ യഹോവയെ അറിഞ്ഞില്ല. ഫറവോനെ ദൈവമായി വെച്ചുകൊണ്ട് ഫറവോനാണ് ദൈവമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് മിസ്രൈമിലെ ജനത്തിനെ കൊണ്ട് ഫറവോനെ ആരാധിപ്പിച്ചു. ഫറവോൻ ദൈവമായി ഫറവോനെ ആരാധിക്കുന്ന വലിയ കൂട്ടം ഫറവോന്റെ സന്നിധി നിന്ന് കഴിഞ്ഞപ്പോൾ ഫറവോൻ മനസ്സിലായി, ഞാനാ ഏറ്റവും വലിയ ദൈവമാണ്. അങ്ങനെ ചിന്തിച്ച് വ്യാമോഹിച്ച് മുന്നോട്ട് പോകുന്ന അനവധി ആളുകളോട് പറയട്ടെ, നിന്റെ അവസാനം എത്ര കഷ്ടമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഫലം വായിക്കുന്നുണ്ട്. സ്തോത്രം. അവൻ സ്നേഹവാൻ തന്നെയാണ്. നമ്മുടെ ദൈവം സ്നേഹവാൻ തന്നെയാണ്. നമ്മുടെ ദൈവം സ്നേഹവാൻ തന്നെയാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം സ്നേഹവാനാണ്. ഏത് പാപിക്കും മാനസാന്തരം കൊടുക്കും. ഏത് പാപിയും ചേർത്ത് പിടിക്കും. ഏത് പാപിക്കും രക്ഷകന്റെ അരികിലേക്ക് കടന്നു വരാം. ആർക്കും പാപബോധത്തോടെ കടന്നു വന്നാൽ അവരെ തള്ളിക്കളയാതെ മാറോട് ചേർത്ത് പിടിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപത്തെ അവൻ വെറുക്കുന്നു, പാപത്തെ ശിക്ഷിക്കുന്നു. അപ്പോൾ തന്നെ പാപികളെ സ്നേഹിക്കുന്നവനെ യേശു. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്നാണ് എബ്രായ ലേഖനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്നവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കാണുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. മരുഭൂമിയിൽ ഭൂമിയിൽ അരളിച്ചവനെ നിരസിച്ചവർ സീനായി മലയിൽ അഥവാ ഭൂമിയിൽ വെച്ച് മോശ മുഖാന്തരം ദൈവം അരളിച്ചതിനെ നിഷേധിച്ചവർക്ക് ശിക്ഷ ലഭിച്ചെങ്കിൽ സ്വർഗത്തിൽ നിന്നും പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം അരളിച്ചെയ്ത വചനത്തെ നിഷേധിക്കുന്ന എത്രയോ ഗൗരവമാർന്ന കർത്താവ് അരളിച്ചെയ്ത ദൈവവചനത്തെയും കൽപ്പനകളും നിഷേധിക്കുന്നവർക്ക് വരാൻ പോകുന്ന ശിക്ഷ എത്രയോ ഗൗരവകരമാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രമാണം കൊടുത്തപ്പോൾ ഭൂകമ്പം ഉണ്ടായി. ഇനിയും ആകാശത്തെയും ഭൂമിയെയും ദൈവം ഇളക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പം ഫറവോന്റെ ഹൃദയം കഠിനമായതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജനത്തിന്റെ ഹൃദയം കഠിനമായി ദൈവത്തെ അംഗീകരിക്കാതെ സ്വയം ദൈവങ്ങളായി മാറി ജനത്തെ വഞ്ചിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ നിലയിൽ നിന്ന് നീ മടങ്ങി വന്ന് ഭൂമിയിലുള്ള മനുഷ്യനെ നീ ദൈവമായി പൂജിക്കാൻ ആരാധിക്കാതെ ഈ കാണുന്ന മുഴുലോകത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ അധിപതിയെ ഈ അണ്ടഘടാകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിനുടമയെ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭാരിക്കുന്നവൻ, 7 വൻകരകളുടെ 7 വൻകടൽ അധിപതിയായവൻ, സകല ജനത്തെയും സകലത്തെയും വാക്കുകൊണ്ട് ഉളവാക്കിയവൻ, അല്ലേ? മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തിന് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥണയ്ക്കുന്ന രാജാതിരാജാവായ ദൈവം, കർത്താതികർത്താവായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടിട്ടും ഹല്ലേലൂയ നീ അനുസരിക്കാതെ പോയാൽ മിസ്രൈമിൽ ദൈവം ന്യായവിധി അയച്ചതുപോലെ ഈ കാലഘട്ടം ദൈവം ആകാശത്തെ ഭൂമിയെ ഇളക്കും. ഭൂമി കുലുക്കങ്ങളും ഭൂകമ്പങ്ങളും പ്രളയങ്ങളും കണ്ടിട്ട് നീ നെടുവിളി ഉയരുമ്പോൾ, നിന്റെ വീട്ടിൽ മരണം സംഭവിക്കുമ്പോൾ നീ ഒന്ന് ഓർക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ വിളിച്ച വചനം എത്രയോ യാഥാർത്ഥ്യമാണെന്ന്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ഭൂകമ്പങ്ങൾ, സുനാമികൾ, ജലപ്രളയങ്ങൾ, ദുരന്തങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ, മലയിടിച്ചിലുകൾ, ഉൾപ്പൊട്ടലുകൾ എന്നുവേണ്ട എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഓരോ ദേശങ്ങൾ കഠിനമായി ക്രൂരമായി വലിയ ന്യായവിധിയിലേക്ക് വന്നപ്പോൾ ഓർത്തോ, ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചു കളഞ്ഞ ശ്രോതാവേ, ഇന്ന് പകൽ നീ മടങ്ങി വാ, മാനസാന്തരപ്പെട്. ഈ കാണുന്ന ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന സകല ജനത്തിന് ദൈവമായിരിക്കുന്ന ദൈവം പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ നിരസിക്കരുത് കേട്ടോ. ദൈവത്തിന് വചനം അപ്പൊ യഹോവ ആർന്ന മോശയോട് ഫറവോൻ ചോദിക്കുന്നത്. മോശയ്ക്ക് നന്നായിട്ടറിയാം യഹോവയാര, കാരണം മുൾപ്പടപ്പിലെ ദർശനം കണ്ടവന്. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന അവൻ സൃഷ്ടാവെന്നും രക്ഷിതാവെന്നും അറിഞ്ഞ് അവനെ സ്തുതിച്ച് താഴ്മയോടുകൂടി നടക്കുമ്പോൾ അവ സ്നേഹവനായി നിങ്ങളോട് കൂടെ ഇരിക്കും. അവസാനം മിസ്രൈമിലെ അവസാന ബാധയോടുകൂടി ഇസ്രായേലിനെ ഫറവോൻ വിട്ടയച്ചെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഫറവോനും തന്റെ രഥങ്ങളും കുതിരവീരന്മാരും തന്റെ സൈന്യമെല്ലാം കൂടെ ഇസ്രായേലിന് നേരെ പുറപ്പെട്ടു. അല്ലേ? അത്രമാത്രം കഠിനബാധയുണ്ടായി. ഫറവോന്റെ ആദ്യജാതൻ വരെ മരിച്ചു. മിസ്രൈമിലെ സകല കുടുംബത്തിലും മരണത്തിന്റെ മുഴക്കം, മരണത്തിന്റെ നിലവിളി കേൾക്കുമ്പോൾ
ഇസ്രായേലും മിസ്രൈമിൽ നിന്ന് വിട്ടുപോയല്ലോ എന്നോർത്ത ആശങ്കയോടെ. എന്തിനാണ് ആശങ്ക? ഇനി പണിയെടുക്കാൻ ആരാന്നുള്ളത് ഇസ്രായേലിനൊക്കെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുക. അതൊരു പണിയെടുക്കാൻ ആളില്ലെന്ന് ഓർത്തുമ്പോൾ ഇസ്രായേലത്തിന്റെ പുറകെ ഫറവോനും സൈന്യവും പുറപ്പെട്ടു. അല്ലേരിയ. അങ്ങനെ ചെങ്കടൽ കരയിലെത്തി. അല്ലേരിയ. നിങ്ങൾ പുറപ്പാട് പുസ്തകം പോകുന്നതിലൊക്കെ വായിക്കണം കേട്ടോ, ഇതിനെ ഭാഗത്ത് വിവരിക്കാനില്ല, നമുക്കറിയാവുന്ന. അപ്പൊ അങ്ങനെ ചെങ്കടൽ കരയിൽ സാഹചര്യം എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ചെങ്കടൽ കടക്കുവാൻ കഴിയാതെ വണ്ണം അല്ലേരിയ ചെങ്കടൽ അവർക്ക് മുമ്പിൽ തടസ്സമായതെങ്കിലും മുൾപ്പടർപ്പിലെ ദർശനം കണ്ട മോശി അവർ ഉള്ളത് കൊണ്ട് മോശയുടെ ഹോബിയായി ദൈവം സംസാരിച്ച് നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ട്. അങ്ങനെ മോശ തന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു. മിസ്രയിൽ നിന്ന് പുറപ്പെട്ടു വന്ന 6 ലക്ഷത്തിലും ജനങ്ങളുടെ ഭാര്യമാരും കുട്ടികളും അടക്കം നാടുമാട് കന്നുകാലികൾ സമ്മിശ്ര ജാതികളെല്ലാം കൂടെ യോശുവയുടെ പുസ്തകം വായിക്കുന്നത് 40 ലക്ഷത്തോളം ജനങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അവരെല്ലാം എന്ത് ചെയ്തു? ഉണങ്ങിയ നിലത്തിലൂടെ മറുകര കടന്ന് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഇസ്രായേലത്തെ തകർക്കുവാനായിട്ട് കടന്നു വന്ന ഫറവോനും സൈന്യവും എന്ത് ചെയ്തു? ഇസ്രായേലൻ ചെങ്കടലിൽ ഇറങ്ങിയതുപോലെ ചെങ്കടലിലേക്ക് ഇറങ്ങി. ചെങ്കടലിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മോശ മറുകര നടത്തിന്റെ കൈയെടുത്ത് വടിയെടുത്ത് നീട്ടിക്കഴിഞ്ഞപ്പോൾ ചെങ്കടൽ വീണ്ടും പഴയതുപോലെ എത്തി. ഫറവോനും സൈന്യവും കുതിര വീരന്മാരും സൈന്യവും സാങ്കരവും ചെങ്കടലിലെ അടിത്തട്ടിൽ താണുപോയി. പിന്നെ ഇന്ന് വരെ ഉയർത്തു വന്നിട്ടില്ല. ഉയർത്തുന്ന ഫറവോനും സൈന്യവും ചെങ്കടലിൽ താണുപോയ സ്ഥലം പോലും അറിയത്തില്ല എവിടാണ്. അല്ലെങ്കിൽ ഒരവശിഷ്ടം പോലും ഇന്ന് കണ്ടുകിട്ടിയിട്ടില്ല. നമുക്കറിയാം നോഹയുടെ പെട്ടകം വരെ കണ്ടുകിട്ടിയെന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ ഫറവോനും സൈന്യവും മുങ്ങിപ്പോയ സ്ഥലം, ഫറവോനും സൈന്യം നഷ്ടപ്പെട്ടു ദൈവത്തിന്റെ ന്യായം ജപപ്പെട്ട സ്ഥലം പോലും ഇന്ന് തിരിച്ചറിയാൻ കഴിയാതെ ചെങ്കടൽ വിഴുങ്ങിക്കളഞ്ഞു. അതെ, സ്വയം ദൈവമായി മിസ്രൈമിൽ വാണവൻ ജനത്തോട് പറഞ്ഞ്, ഞാനാണ് ദൈവം, ഞാൻ ദൈവത്തിന്റെ അവതാരമാണ്, സൂര്യദേവൻ എന്ന ദൈവത്തിന്റെ മകനായി ജനിച്ച മനുഷ്യാവതാരമാണ് ഞാനല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് മിസ്രൈമിൽ അഹങ്കാരത്തോടു കൂടി വാണ ഫറവോൻ ചെങ്കടലിൽ കിടക്കുകയാണ്. അല്ലേലൂയ. ആ ഫറവോൻ അറിഞ്ഞില്ല അത്ര ഒരു ന്യായവിധി വരുമെന്ന്. ഇസ്രായേലത്തെ വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുക, യഹോവയാർ? അല്ലേലൂയ. ഞാനവനെ അറിയുകയില്ല. അവനെ ദൈവം അറിയിച്ചു കൊടുത്തു കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, സുവിശേഷ സന്ദേശങ്ങൾ ദേശത്ത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആരാണ്? ഞങ്ങൾക്ക് അവൻ ദൈവമല്ല, ഞങ്ങൾക്ക് അവരെ വേണ്ട, യേശുവിനെ വേണ്ട, നിങ്ങളിവിടെ വേണ്ട എന്ന് പറഞ്ഞ് ദൈവജനത്തെ ദൈവദാസിദാസന്മാരെ തകർക്കാൻ ശ്രമിക്കുന്ന വൈശാഖ്യ മണ്ഡലങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഫറവോനും സൈന്യത്തിനും പറ്റിയതുപോലെ. അല്ലേ? ഇത്രയും പണ്ട് സുനാമി വന്നു കഴിഞ്ഞപ്പോൾ എന്തു നിലവിളിയായിരുന്നു. സുനാമിയെ തടയാൻ ആർക്കെങ്കിലും പറ്റിയോ? ആർക്കും പറ്റിയില്ല. കൊറോണ വന്ന് ആർക്കെങ്കിലും തടയാൻ പറ്റിയോ? പറ്റിയില്ല. എത്ര ആയിരങ്ങൾ ലക്ഷങ്ങൾ ഓരോ വർഷവും മഴക്കാലം വരുമ്പോൾ മനുഷ്യന്റെ നെഞ്ചത്ത് മുട്ട വെച്ച വീഴും എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭയാനകമായ അനുഭവം നെഞ്ചിടിക്കുക. കാരണം മഴ വരുന്ന ഇനി എന്താണ് സംഭവിക്കുന്നത്, താമസിക്കുന്ന ദേശം കാണുമോ, ഞങ്ങളുടെ കുടുംബം കാണുമോ, ബന്ധുമിത്രാദികൾ കാണുമോ എന്നുള്ള ഭയാശങ്കയോടുകൂടി ജനം ജീവിക്കുക. എന്നിട്ടും ഈ ജനം ദൈവത്തെ അറിയാതെ ഫറവോന്റെ ഹൃദയം പോലെ കഠിന ഹൃദയത്തോടുകൂടി കടന്നുപോയി യേശു ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ നീ മടങ്ങുക, എന്നെ കേൾക്കുന്ന സഹോദര സൂരി മടങ്ങുക. അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് നീ വാഴുന്നവനായിരിക്കാം. മേലാളന്മാരെ പോലെ നീ ഇരുന്ന് വാഴുന്നവനായിരിക്കാം. നീ വളരെ അറിവും ജ്ഞാനവും പരിജ്ഞാനവും വളരെ പണ്ഡിതൻ മാമനും ഒക്കെ ആയിരിക്കാം. നിനക്കെല്ലാം കൊണ്ട് നല്ല കഴിവുണ്ടായിരിക്കും. പക്ഷേ യേശു ആരെന്ന് ചോദിച്ച് നിൽക്കാതെ യേശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിന്റെ ഹൃദയം കൊടുക്കാൻ നീ തയ്യാറായാൽ ദൈവത്തിന്റെ ന്യായവിധി നിനക്ക് ഒഴിവുള്ളതിനായി മാറാം. നിനക്ക് നിത്യതയിലെത്താം. അല്ലേലൂയ. ഫറവോന്റെ സൈന്യത്തെയും ദൈവം ചെയ്ത് ചെങ്കടലിൽ തള്ളിയിട്ടവന് അല്ലെങ്കിൽ അവന്റെ എന്നേക്കുമുള്ളതെന്നാണ് 136 സങ്കീർത്തനം 15 വാക്യം വായിക്കുന്നത്. 136 സങ്കീർത്തനം 15 വാക്യം എന്താണ്? ഫറവോന്റെ സൈന്യത്തിന് ചെങ്കടലിൽ തള്ളിയിട്ടവൻ അവന്റെ എന്നേക്കുമുള്ളതെന്ന് അവസാനം ജനം പാടി. ഞങ്ങൾ ഇന്നേറ്റ് പാടുക. അതെ, ഫറവോന്റെ സൈന്യത്തിന് ചെങ്കടലിൽ തള്ളിയിട്ട് ഒരു ദൈവമുണ്ട് കേട്ടോ. അതെ, കർത്താവ് യേശുക്രിസ്തു ലോക രാജാതിരാജാവ്, സകല ജനത്തിന്റെ രക്ഷകന. യേശുക്രിസ്തുവിനെ മാത്രമേ നിത്യജീവനും നിത്യരക്ഷയുള്ളൂ. യേശുവിനെ മാത്രമേ ദൈവരാജ്യ അവകാശം പറ്റുള്ളൂ. യേശുക്രിസ്തുവിനെ മാത്രമേ പാപമോചനമുള്ളൂ. ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ, ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ.
ഭൂമിയിൽ മനുഷ്യന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ യാതൊരു യാഗങ്ങൾക്കും കഴിയില്ല. പഴയ നിയമ കാലഘട്ടത്തിൽ ആടുകളെ വെട്ടിയും കോലാടുകളെ വെട്ടിയും മൃഗങ്ങളെ വെട്ടിയും പക്ഷി പ്രവചാതികളെ കുരുത്തിക്കൊണ്ടും രക്തം കൊടുത്തുമൊക്കെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തിയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമിയുടെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തു മാത്രമേ കഴിയുള്ളൂ. മാനകുലത്തിന് മുഴുവൻ പാപങ്ങളെ ഏറ്റെടുത്തിന് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടവൻ, അവസാനത്തോടെ രക്തം തന്നവൻ. അതേ യേശുവിനെ നീറ്റ് പറയുമ്പോൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ അവൻ ആരാണെന്ന് ചോദിച്ച് അവന് പ്രതികാരമായി നിൽക്കാതെ യേശുവിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്ന്, നിന്റെ അകൃത്യങ്ങളെ ക്ഷമിച്ചു തന്ന് നിന്നെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് നിത്യജീവൻ നിനക്ക് നൽകും. അത് മുഖാന്തരം നിനക്ക് നിത്യമായി സ്വർഗത്തിൽ പുതിയ യെരൂശലേമിൽ എത്തിച്ചേരാം. അല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് യഹോവയെ അറിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ ഫറവോന് അറിയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ യേശുവിനെ അറിയുന്ന ഒരു ഭാഗ്യമാണ് കേട്ടോ. ഈ യഹോവയായി ദൈവം എന്ന് പറയുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അതിനെ ഒരുപാട് ചൂഷണം ചെയ്യുന്നവരുണ്ട്, ഒരുപാട് വാദപ്രതിവായിട്ട് കടന്നവരുണ്ട്. യേശു ആരാണെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് യഹോവയെ ദൈവം മാത്രമേ ഉള്ളൂ, മാറ്റി പിതാവിനെ പുത്രനെ ഞങ്ങൾ അറിയുന്നില്ല, അവൻ ആരാണെന്നൊക്കെ ചോദിക്കുന്ന മൂഢവിശ്വാസികളോട് പറയട്ടെ, യഹോവയായ ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. 1 യോഹന്നാന്റെ സുവിശേഷം 1:14 വായിച്ചു നോക്കണം. വാചനം ജഡമായി തീർന്ന് പ്രവീൺ സത്യം നിറഞ്ഞവനായി നമ്മുടെ തീർത്തു. യോഹന്നാൻ സുവിശേഷം 1:1 വായന. ആദിയിൽ അലിയ വചനം ഉണ്ടായി, വചനം ദൈവമായി എന്നൊക്കെ കാണാൻ. അപ്പൊ ആ വചനം തന്നെയാണ് യഹോവയായ ദൈവം. ആ യഹോവയായ ദൈവം തന്നെയാണ് യേശു. അതുകൊണ്ട് യേശുവിനെ അറിയുന്നത് തന്നെ ഭാഗ്യമാണ്, ഒരു വലിയ മഹാഭാഗ്യമാണ്. യേശുവിനെ അറിയുന്നതിന് വലിയൊരു മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ചുള്ള അറിവ് അതിശ്രേഷ്ഠമാണെന്ന് അപ്പോസ്തലനായ പൗലോസും വിളിച്ചു പറഞ്ഞു. കർത്താവിനെ കുറിച്ചുള്ള അറിവ് വളരെ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. പൗലോസ് യേശുവിനെ അറിഞ്ഞത് തൊട്ട് പൗലോസിന്റെ ജീവിതത്തിൽ ആകമാൻ അടിമുടി മാറ്റം സംഭവിച്ചു. പിന്നത്തേതിൽ കർത്താവിന്റെ ശിഷ്യനായി പൗലോസിനെ സമർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പൗലോസ് യേശുവിനെ അറിയുന്നതിന് മുമ്പ് യേശു ആരാണെന്ന് ചോദിച്ച് യേശുക്രിസ്തുവിന്റെ അനുയായികളെ, യേശുക്രിസ്തുവിനെ വേർതിരിക്കപ്പെട്ട ദൈവനത്തെ കൊന്നുമുടിക്കാൻ ഇറങ്ങിയ ഫറവോന്റെ ശക്തിയോടെ ഇറങ്ങിയ പൗലോസിനെ, ശൗലിനെ ദമസ്കോസ് പടിക്കൽ വെച്ച് ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയായി ദൈവം അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ ശൗൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞപ്പോൾ, അനുഭവിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ അവന്റെ സ്ഥിതിഗതികൾ മുഴുവൻ മാറി. പിന്നത്തെ ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ കുറിച്ച് പൗലോസിന് മരണം വരെ പ്രസംഗിച്ചു. ഈടുറ്റ 14 ലേഖനങ്ങൾ നമുക്ക് എഴുതി തന്നു. ഹല്ലേലൂയ. അവൻ ദൈവം ആരെന്ന് അറിയുന്ന നല്ലതെന്ന് ഹല്ലേലൂയ. അപ്പൊ അവൻ ആരെന്ന് യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാർ അവൻ ആരെന്ന്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് പറയുവാനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എന്റെ പിതാവത്രയിൽ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അപ്പൊ യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. ആരെന്ന് പറയുന്ന ചോദ്യം ഒരു മടിയും കൂടാതെ സമയം ഒട്ടും വിട്ടുകളെ തൽക്ഷണം യേശുക്രിസ്തുവിന്റെ ചോദ്യത്തിന് ഉത്തരമായി മറുപടിയായി പത്രോസ് എഴുന്നേറ്റു. പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതെ, നാം ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തിന് പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. അതായത് യേശുക്രിസ്തുവിനെ നിനക്ക് ദൈവമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ, ഫറവോനെ പോലെ ഇന്ന് ഹൃദയം കഠിനമായിട്ടുണ്ടെങ്കിൽ, ഫറവോനെ സൈന്യത്തിന് ചെങ്കടിൽ തള്ളിയിട്ടൊരു ദൈവമുണ്ട്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവം പാപികളെ സ്നേഹിക്കുന്നവനാ. നിന്റെ അകൃത്യങ്ങൾ എത്ര വലുതായിരുന്നാലും നീ മടങ്ങി പോവാ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് ഫറവോന്റെ ശക്തികൾ നിന്റെ ഉള്ളിൽ വ്യാപരിച്ച് ദൈവത്തെ തള്ളിക്കളഞ്ഞ്, യേശുവിനെ തള്ളിക്കളഞ്ഞ്, ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾക്കനുസരിച്ച് ജീവിച്ച്, ഇവിടുത്തെ ജഡത്തിന്റെ അഭിരുചികൾക്കനുസരിച്ച് ജീവിച്ച്, ഇവിടുത്തെ സകല ദുർനടപ്പും ആചരിച്ച്, ഹല്ലേലൂയ, നീ മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തുവിനെ നിരസിക്കുന്ന, തള്ളിക്കളയുന്ന, ക്രൈസ്തവ സമൂഹത്തെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഫറവോന് സൈന്യത്തിന് ഉണ്ടായ ന്യായവിധി നിന്റെ കുടുംബത്തിൽ വരാതിരിപ്പാൻ നീ കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്ക്. നിന്റെ കുടുംബത്തിന്റെ വ്യാധികൾ മാറാതെ, ഭാരങ്ങൾ മാറാതെ, ശാപങ്ങൾ മാറാതെ, ബന്ധനമടിയാതെ എന്നും നീ മഹാവ്യാധിയാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നീ യേശുവിന് വിട്ടുകൊടുക്കുന്നെങ്കിൽ, ജഡത്തിന്റെ പ്രവൃത്തികളെ നീ മാറ്റിക്കളഞ്ഞ് ആത്മാവിന് നീ വിധേയപ്പെടുകയാണെങ്കിൽ,
യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുന്ന നിമിഷം നിന്റെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ദൈവം പണിയും. ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റിക്കളഞ്ഞിട്ട് ആത്മാവിന്റെ ഫലം നിനക്കുണ്ടാകട്ടെ. അല്ലേലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ജീവിതത്തെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ദുരിതം അനുഭവിച്ച് സങ്കടപ്പെട്ടും മഹാവ്യാധിയാൽ കടക്കടിയാൽ സങ്കടപ്പെട്ട് നിരാശയിൽ ജീവിതം മതി എന്ന് പറഞ്ഞ് മരണത്തിനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്നും യേശുവിനെ അറിയാതെ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫറവോനെ പോലെ ഹൃദയം കഠിനമായി ആരെങ്കിലും വസിക്കുന്നുണ്ടെങ്കിൽ, ഫറവോന് സൈന്യത്തെ ന്യായീകരിച്ച് ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി നിനക്ക് തന്ന അവസരം നഷ്ടപ്പെടുത്തി കളയാതെ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്ത് കർത്താവിന്റെ മകനായി മകളായി മാറുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകും, ജീവിതത്തിന് സന്തോഷമുണ്ടാകും, നിത്യജീവനെ ദൈവം നിനക്ക് നൽകും, നിത്യരക്ഷ നൽകും. ദൈവരാജ്യത്ത് നിനക്ക് പ്രവേശിക്കാൻ കഴിയും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ആമേ കർത്താവ് മോശയും അഹരോനെയും ഇസ്രായേലിലേക്ക് അയച്ച് യഹോവയെ ദൈവത്തെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയപ്പാൻ ദൈവത്തിന്റെ കൽപ്പനകൾ മോശയിലൂടെ ഫറവോനോട് സംസാരിച്ചിട്ടും യഹോവയാർ ഞാൻ അവനെ അറിയിൽ ഇസ്രായേലത്തെ വിട്ടുകൊടുക്കില്ലെന്ന് കഠിനമായ ശപഥമെടുത്തവൻ ദൈവം മാറി മാറി ബാധകൾ അയച്ചിട്ടും അവന്റെ ഹൃദയം കഠിനപ്പെട്ടതല്ലാതെ ഇസ്രായേലത്തെ വിട്ടയക്കാതെ കടുത്ത തീരുമാനമെടുത്താൻ ഫറവോനി സൈന്യത്തിന് അവസാനം ചെങ്കലിൽ തള്ളയിട്ടൊരു ദൈവമുണ്ട്, ന്യായം വിധിച്ചൊരു ദൈവമുണ്ട്. ഈ കാലഘട്ടത്തിലതുപോലെ ഫറവോനി ശക്തികൾ ദേശത്ത് മുഴുവൻ വ്യാപരിച്ച ജനത്തെ ആമൻ കെട്ടിനകത്ത് വെച്ച് കർത്താവിനെ ആരാധിപ്പാൻ യേശുവിനെ ആരാധിക്കുവാൻ ജനത്തെ വിട്ടയക്കാതെ പിശാച് പല്ലും കെട്ടിവെച്ചിരിക്കുമ്പോൾ ഇതുപോലെ കർത്താവ് ജനം വിടിവിക്കപ്പെടട്ടെ. ഫറവോനി ശക്തി സാത്താനിശക്തി ജനം വിടിവിക്കപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് മടക്കി വരുവാൻ ജനത്തെ ഏൽപ്പിക്കുന്നു. കർത്താവിയുടെ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ രാഷ്ട്രങ്ങൾ ഭരിക്കുന്നു. രാജാക്കന്മാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാ ഗോത്രങ്ങൾ ദ്വീപുകളെ ആദിവാസികളെ ട്രൈബൽ മേഖലയിലെ സകല ജനത്തെയും ആമിയുടെ കേരളത്തിൽ ലോകരാജ്യം 800 കോടിയിലധികം ജനത്തിനായി കരസേന വ്യോമസേന നാവികസേനാധികാരി അത്യത്തിൽ കാക്കുന്ന BSCR സൈന്യത്തിനായി ക്രമസമാധാന പാലക നിയമ നിർമ്മാണ രംഗത്തിൽ രഹസ്യാനുഷ്ഠാനങ്ങൾക്കായി കർത്താവിന്റെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ ജുഡീഷ്യൽ വിഭാഗങ്ങൾക്കായി ക്രൈംബ്രാഞ്ച് എക്സൈസ് വിഭാഗങ്ങൾക്കായി CBI രംഗത്ത് ആയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. അതുപോലെ കർത്താവ് ഫോർസ് വിഭാഗങ്ങൾ ഇസ്ലാമിക് ഫർബോഴ്സ് വിഭാഗങ്ങൾ ഇവർക്ക് പ്രാർത്ഥിക്കുന്ന സകലം പേര് ബുദ്ധിമുട്ട് രാജ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിൽ സാമൂഹ്യ ഭാഗ്യ മേഖല സകല ജനത്തെയും എല്ലാ കേന്ദ്ര രാജ്യരാഷ്ട്രതലന്മാർക്കും മാനസാന്തം കൊടുക്കും. മതമേലാളന്മാർ മതമേലന്മാർ അമ്മയെ ഫറവദേശ നാട്ടുകൾ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങളിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ സകല ജനത്തെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടയുടെ വാസികൾ ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ കൺസ്ട്രക്ഷൻ മെക്കാനിക് മോട്ടോർ യൂണിയനകത്ത് പണിയെടുക്കുന്ന എല്ലാ ടാക്സിയുടെ ഡ്രൈവേഴ്സിനെയും എല്ലാ കർത്തമാട്ടത്തും പറമ്പിലും കൂറിയിലും കല്ലിലും മണ്ണിലും തരിയോടും മരടിക്കുന്ന പണിയെടുക്കുന്ന സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വലിയ വ്യാപാരി വ്യവസായം വഴിയോര കച്ചവടം കരികൾ കമ്പ്യൂട്ടർ ഫാക്ടറിയൊക്കെ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ വേണ്ടതുപോലെ മഹത്വപ്പെടുന്നവർക്കായി ഇന്ന ന്യായവിധിയുടെ കടന്നു പോകുന്ന സകല രാജ്യങ്ങളുടെ ജനത്തെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവമില്ലെന്ന് പറഞ്ഞ് സ്വയം ദൈവങ്ങളായി വാഴുന്ന സ്വയം ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളും എല്ലാ ആൾദൈവങ്ങളെയും ദൈവം സന്ദർശിപ്പാൻ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല ജനത്തെ തകർത്തുള്ളതിന്റെ നടുവിൽ ദൈവപ്രവർത്തി വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൽ മയക്കും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ കർത്താവിന്റെ LKG UKG പ്രൈമറി UP ഹൈസ്കൂൾ കോളേജ് ഭാഗങ്ങളിൽ എല്ലാ ക്യാമ്പസുകളും കലാലയങ്ങളിലും ജനത്തെ തകർക്കുന്ന മദ്യരൂപികളെ മയക്കു രൂപികൾക്ക് ദൈവം സന്ദർശിക്കണമേ. നിർമൂലമാക്കുവാൻ ഈ അന്ധകാലത്തിൽ വ്യാപാരങ്ങൾ നീങ്ങിപ്പോവാൻ തലമുറകൾക്ക് വിടിവിക്കപ്പെടാനായി കുടുംബം തകർച്ച കുടുംബജീവിതം തകർന്ന് കുടുംബത്തോടെ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ ഈ സാത്താനിശത്തെ ജനം വിടിവിക്കട്ടും മടങ്ങി വന്ന് ക്രിസ്തുവിൽ ജീവോത്സവമായ ജീവിതം ഇപ്പം ജനത്തെ ഒരുക്കണമേ. ശൈശവത്തിൽ ബാലി കൗമാരി യുവനത്തിൽ വാർത്തനിരാനും വൃത്താശന യാചോറോഫന ചുള്ളൊരു തടവറയിലായിരിക്കുന്നവർക്കായി സമാധാനമില്ലാത്ത കുടുംബം സ്വസ്ഥതയില്ലാത്ത കടക്കണിയാൽ ഭാരപ്പെടുന്നവർ മഹാവ്യാധിയിൽ കടന്നു ശാപത്തിങ്കിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ തലമുറയില്ലാതെ വിവാഹം നടക്കാതെ എല്ലാം കിടക്കുന്നവർ വിവിധമായി ബന്ധങ്ങൾ കടന്നുപോകുന്ന എല്ലാ ജനത്തെയും ജന്മനാൾ വൈകല്യങ്ങൾ ജന്മനാൾ പ്രതിസന്ധികൾ നേരിടുന്ന അനവധി കുടുംബങ്ങൾ വിടിവിക്കപ്പെടാനായി പ്രാർത്ഥി. വിദേശ രാജ്യ ജോലിക്ക് കടന്നു കഷ്ടം ചെയ്യുന്നവർ വിസയ്ക്ക് വേണ്ടി പ്രാപ്തി പാസ്പോർട്ടിന് പ്രാർത്ഥിക്കുന്നവർ ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്പീഡ് അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലഹരിക്കടിപ്പെട്ട എല്ലാ കുടുംബങ്ങളും വിടിവിക്കപ്പെടട്ടെ. മദ്യത്തെ അടിപെടുമ്പോഴും വിടിവിക്കപ്പെടട്ടെ. സത്യ ദൈവത്തെ അറിയുവാൻ ഇവിടെ ഹൃദയത്തെ തുറക്കണമേ. ഫറവോന്റെ ഹൃദയത്തോടെ ഫറവോന്റെ ശക്തിയുടെ അന്ധകാരത്തിരിക്കുന്ന സകല ജനങ്ങൾ വിടിവിക്കപ്പെട്ട് യേശു ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ യേശു ആരെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ യേശു ദൈവമാണെന്ന് തിരിച്ചറിവ് ജനത്തിൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ കർത്താവിനെ സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവത്തിലെ ദാസന്മാരുടെ കുടുംബങ്ങൾ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവമക്കളെ എവിടെയാണ് സൂക്ഷിക്കണം. ഇതുപോലെ യാത്ര ചെയ്തില്ല എല്ലാ ജനത്തി കർത്താവ് സൂക്ഷിക്കുന്ന എല്ലാ ജനത്തിനും ദൈവനീതി വെളിപ്പെടുത്തിയാട്ടെ. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.